ഇന്നത്തെ ഒരു ചായ ഉളക ആയിക്കോട്ടെ അല്ലേ? ഇത് നമ്മളെ ചെയ്ത് കേട്ടോ. സാറല്ലേ സോറി പറയൂ. എല്ലാ ജില്ലയാണല്ലേ? ഇന്നത്തെ ഒരു ചായ ഉളക ആയിക്കോട്ടെ അല്ലേ? ഇത് നമ്മളെ ചെയ്ത് കേട്ടോ. ഇന്നത്തെ ചായ വ്ളോഗ് തുടങ്ങുന്നത് സേതേട്ടന്റെ കൂട്ടത്തിലാണ്. ഉദ്ഘാടനം. ചേട്ടൻ എന്താ കഴിക്കുന്നത്? ഇഡ്ഡലി അല്ലേ? ഓക്കെ. ഓക്കെ, നമ്മള് മറ്റേ ആൾക്കാരെ എടുക്കട്ടെ അല്ലേ? എന്താ കുഞ്ഞപ്പോക്കാന്റെ വകയാണ് ഇപ്പൊ ചായ. എല്ലാരും എല്ലാ ആഴ്ചയും പോലെ ഉഷാറല്ലേ? എന്താ വിശേഷം? എന്നല്ലേ അതേ വ്ളോഗ് ഉണ്ടായില്ലേ കുറെ സെറ്റ് അല്ലേ? ഔട്ട് ഓഫ് കുറി ഒരാളായിരുന്നു. എല്ലാവരും സന്തോഷം. ആൾക്കാർ കണ്ട ചായക്ക് കുറുക്കാനില്ലെന്നുണ്ടെങ്കിലും അതിന് സ്പോൺസർ ചെയ്യാൻ ആളുണ്ടെന്നുള്ളതാണ്. ഉണ്ടല്ലേ? പോയാ എന്താ വിശേഷം പറയൂ. ഇങ്ങനെ ചീത്ത അറിഞ്ഞതിന് ഉഷാറല്ലേ? ഓക്കെ. അപ്പോ നമ്മളെ കുത്തക്കടം എന്നതിന് പറയൂ. പിന്നെന്താ, ഇന്ന് വീണ്ടും ഒരു ചായ കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് മോചിപ്പുക. നന്നാവട്ടെ. ഇത് എല്ലാ ആഴ്ചകളും തുടർന്നുകൊണ്ട് പോട്ടെ. ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതെ, എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം എല്ലാവരും ഇങ്ങനെ ഇതിലേക്ക് ഞങ്ങൾ രാവിലത്തെ നടത്ത കമ്പനിയിലേക്ക് എത്തണം. ഇതുപോലെ ഞങ്ങളെ സൗഹൃദങ്ങളിൽ പങ്കെടുക്കണം. ഇതാണ് ഞങ്ങളുടെ അവരെ എനർജിയാണല്ലേ? അതെ. അപ്പോ എന്താ വിശേഷം? എന്നാലും നിങ്ങൾ അഭിപ്രായം പറയൂ. പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ലേ? എൻജോയ് ഉണ്ടോ? യു ആർ എൻജോയ്? എന്താ ഉഷാർ? നമ്മളെ കുഞ്ഞപ്പോക്കാണ് ഭക്ഷണം സ്പോൺസർ. അപ്പൊ കുഞ്ഞപ്പോക്ക നമ്മളെ കുറിയിൽ ഇല്ലാത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് കുറെ ദിവസമായി ചായ പഠിച്ചത് അല്ല, ഒരു പ്രാവശ്യം വാങ്ങിച്ചു തന്നു. അതെ അല്ലെ? ഒരു പ്രാവശ്യം നമ്മൾ പോയിട്ട് വാങ്ങി. ഒരു കൂട്ടായ്മയും കൂടി പട്ടണേ പറയേ സാറല്ലേ? എന്റെ പൂരി കഴിഞ്ഞോ? കഴിഞ്ഞോ? അപ്പൊ ഞാനാ ലാസ്റ്റ് അല്ലേ? ഓക്കെ, തീർക്കട്ടെ. എവിടെ സ്ഥലം? എവിടെ? അങ്ങനെ പറഞ്ഞല്ലേ? എങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നില്ലേ? ചായ കുടിക്കണം? അടിപൊളിയല്ലേ? ഓ, താങ്ക് യു. നമ്മളെ ഹോട്ടൽ ഓണറാണ്. അങ്ങനെ ചായ കുടി കഴിഞ്ഞു. മഴ പെയ്യുന്നുണ്ട് എങ്കിലും ഇത് വളരെ നല്ല സുന്ദര നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പേരും കൂടി പറയും. എൻ്റെ പേര് മുഹമ്മദ് കോയ. പേര് പറഞ്ഞോളൂ. ഹലോ, ഷംസുദ്ദീൻ. സൂപ്പറായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം വളരെ ഭംഗിയായിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട്, വേഗം കൊടുക്കാൻ. ഇങ്ങനെ കുറച്ച് അടി പിടിച്ചാൽ മതി. കാണുന്നത്. എൻ്റെ പേര് അസൈനാര്. ഇന്ന് കുഞ്ഞപ്പോക്കന്റെ വകയുന്നു. സ്വയം മുന്നോട്ട് വന്നു. ഇവിടെ ആരില്ലെങ്കിലും പാർട്ടി നടത്താൻ ആളുണ്ടെന്ന് തെളിഞ്ഞു. അതിന് അടുത്ത ആൾ. വെരി ഗുഡ്. എൻ്റെ പേര് അസ്ഗർ. കലക്കി ഇന്നത്തെ പരിപാടി. ഇന്ന് സ്പോൺസർ കുഞ്ഞപ്പോക്കായിരുന്നു. ഇതിലും പരിപാടികളൊക്കെ ഉഷാറായി. മഴയാണ്, അടുത്ത ആൾ കൊടുക്കുക. ഇനി ഞാനിത് കൂടുതലൊന്നും പറയുന്നില്ല. നമ്മളെ സ്പോൺസർ അല്ലേ? സ്പോൺസർ ഉഷാറായിരുന്നു. അതിനോട് ഒരു കാര്യം പിന്നെ ഉറപ്പായി, എല്ലാ ആഴ്ചയും ചായ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണല്ലേ? ഇന്നത്തെ അടിപൊളി പരിപാടിയായിരുന്നു. കുറച്ച് അടി പിടിച്ചോ, കുഴപ്പമില്ല. കാണണ്ട. ഈ കൂട്ടായ്മ ഏറ്റവും വലുത് നമ്മുടെ ഈ സൗഹൃദം തന്നെയാണ് അല്ലേ? എല്ലാവരും ചിരിക്കുന്ന നല്ലൊരു നിമിഷം ഇല്ല. നമുക്കായ ഒരു സന്ധ്യ രാഭാതി അല്ലാതെ മറ്റൊന്നും ഇല്ലെന്നിരിക്കലും വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിൽ അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കണം. നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. നമുക്ക് എല്ലാവർക്കും സന്തോഷം. പറഞ്ഞ മാതിരി നല്ല നിമിഷം, നല്ല ചിരിയോടുകൂടിയിട്ടുള്ള ഒന്നിച്ചു കൂടുന്ന ഈ നിമിഷങ്ങൾക്ക് ഇന്നും എന്നും ഉണ്ടാവട്ടെ. പരിപാടി നല്ല പരിപാടിയായി. ദിവസങ്ങൾ എൻജോയ് ചെയ്യുന്നില്ലത്? നിങ്ങള് ചെറിയൊന്നും കാണില്ല മുഖത്ത്.
നമ്മളെ മനുഷ്യരെന്നാൽ മറ്റ് ജീവജാലങ്ങളെ പോലെയല്ല, പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകേണ്ടവരാണ്. അതുപോലെ തന്നെ രാവിലെയുള്ള ഈ നടത്തം അത് ആരോഗ്യപരമായിട്ട് വളരെ നല്ല സംതൃപ്തിയും സമാധാനവും നമുക്ക് ഏവർക്കും ഉൾക്കൊള്ളാൻ കഴിയും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ശാരീരികമായുള്ള അസുഖങ്ങളും അതേപോലെ തന്നെ മാനസികമായ അസുഖങ്ങളും. മനസ്സിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ അത് ശരീരം കാണിക്കും, ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ അത് മനസ്സിനെയും ബാധിക്കും. അതുകൊണ്ട് ഈ ഒരു കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അങ്ങനെ ഇന്നും കൂടി ഒരു ചായ വ്ളോഗ് അല്ലേ, പേരിട്ട് കൂടെ ചായ വ്ളോഗ്. അപ്പൊ ഇതെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വ്ളോഗ് കാണുക, അഭിപ്രായം പറയാം. ഓക്കെ. വളരെ ബെസ്റ്റ് അല്ലേ? ഈ നടത്തം കൂടി ഇല്ലെങ്കിൽ നമ്മളെ ഒന്നുമല്ല. അപ്പൊ ഇന്നത്തെ ചായ വ്ളോഗ് കഴിഞ്ഞു. അപ്പൊ പിരിയാൻ സമയമായി. അപ്പൊ എല്ലാവരോടും അടുത്ത ആഴ്ച വീണ്ടും സന്ധിക്കും വരെ അല്ലേ? വണക്കം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.